ഇസ്ലാം വഞ്ചനയുടെ മതമാണ്. ഇസ്ലാം വഞ്ചിക്കാൻ പഠിപ്പിക്കുന്നു. സ്വന്തം ഭാര്യയോട് കള്ളം പറയാമെങ്കിൽ ലോകത്തെ ആരോടാ കള്ളം പറയാൻ പറ്റാതെ? अब नबी की सुन्नत क्या कहती है? മുഹമ്മദ് ഒരു അടിമയുടെ കൂടെ ലൈംഗിക ബന്ധം ചെയ്തപ്പോൾ ഐഷയും ഹഫ്സയും മുഹമ്മദിനെ പുറകെ വിടാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് അള്ളാഹു ഈ ഖുറാന്റെ ആയത്ത് ഇറക്കുന്നത്. സ്വന്തം വളർത്തുപുത്രൻ എന്ന് സ്വന്തമായി പറഞ്ഞ് നാട്ടുകാരെല്ലാവരും അങ്ങനെ തന്നെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യ തുണിയില്ലാതെ കണ്ടിട്ട് അവളോടുള്ള ആസക്തി. സൗദി അവരെ കൊല്ലുന്നത് റീസൺ എന്താണെങ്കിലും അതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്. ഇന്റർകോഴ്സ് വിത്ത് മീ വെൻ ഐ വാസ് 9 years old. 9 വയസ്സായപ്പോഴാണ് മുഹമ്മദ് ആയിഷയുടെ മണ്ടയ്ക്ക് കയറിയത്. ജീവിത വെബ്സൈറ്റ് 6 വയസ്സുള്ള കേരളത്തിലെ ഒരു കുഞ്ഞ്, ഒരു മുലാക്കയുടെ കുഞ്ഞിനെ താങ്കൾ നിക്കാഹ് കഴിക്കുമോ? ആ കുഞ്ഞിന് ഇതുവരെ ആർത്തവം വന്നിട്ടില്ല. ചെയ്യുമോ ഇല്ലയോ? We destroy every proud obstacles that keeps people from knowing God. We capture their rebellious thoughts and teach them to obey Christ Jesus. ഒരു കമന്റ് ഒന്ന് പറഞ്ഞോട്ടെ, സഹിക്കാൻ മേലാത്തോണ്ടാ. ഇദ്ദേഹത്തിന് അറിയാവുന്ന വിഷയങ്ങൾ ഏതാണെന്ന് ആദ്യം ചോദിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യനകത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ടിട്ട് കുഴപ്പമില്ല ബ്രദറെ. ചില വിഷയങ്ങളില്ലേ, ചില വിഷയങ്ങൾ അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പം വായിച്ചിട്ടില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം ഖുർആൻ പറയുന്നത് തന്നെ, മുഹമ്മദേ, നിനക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിനക്ക് സംശയമുണ്ടെങ്കിൽ മുൻ വേദക്കാരോട്, മുൻ വേദഗ്രന്ഥം വായിച്ചവരോട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയോടും യഹൂദനോടും ചെന്ന് ചോദിക്കുക. ക്രിസ്ത്യാനിയോടും യഹൂദനോടും ചെന്ന് ചോദിക്കാണ് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒരു മുസ്ലിം സുഹൃത്ത് വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിജാഷ് ഭായി, സഹീഹ് അൽ ബുഖാരി 68:29 തെളിവ് ഞാൻ മേളിൽ ഇട്ടിട്ടുണ്ട്. ബ്രദർ ഇത് നോട്ട് ചെയ്ത് വെക്കണം. അത്യാവശ്യം ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസ് കൂടെയാണ്. ഞാൻ വായിക്കട്ടെ നിജാഷ് ഭായി, ഞാൻ വായിക്കട്ടെ, ഈ ഹദീസ് വായിക്കട്ടെ. ബുഖാരിയിൽ നിന്നാണ്. താങ്കൾ തന്നെ പറഞ്ഞു ബുഖാരിയിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ വായിക്കാം. ഉമറിന്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹം മുന്നിലോട്ട് ഇസ്ലാമിക ലോകം നേരിടാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടായി കണ്ട ഒരു വിഷയമാണ് വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുക. നറേറ്റഡ് ഇബ്ൻ അബ്ബാസ്, ഇബ്ൻ അബ്ബാസിന്റെ നിവേദനത്തിൽ ഉമർ പറയുന്നു, ഉമർ said, I am afraid that after a long time has passed, people may say we do not find the verses of rajim, stoning to death, in the holy book. ഉമറിന്റെ ഭയം എന്താണ്? കുറച്ചു നാളുകൾക്ക് ശേഷം വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ഈ ആയത്തുകൾ വ്യക്തികൾക്ക്, മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്ക്, അവർക്ക് അള്ളാഹുവിന്റെ ഈ പുണ്യ പുസ്തകത്തിൽ കാണാതെ പോകും, ഹോളി ബുക്ക്. And consequently they may go astray by leaving an obligation that Allah has revealed. അപ്പം അതുകൊണ്ട് എന്ത് പറ്റും? അതുകൊണ്ട് അവർ വഴി പിഴച്ചു പോവുകയും അവർ അള്ളാഹു ഈ നിബന്ധനമാക്കിയ ഈ വിഷയത്തെ അവർ അനുവർത്തിക്കാതെയും പോകും. ഒബ്ലിഗേഷനായി വെച്ചത് കാര്യത്തെ അവർ അനുബന്ധിക്കാതെയും പോകും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലോ ഐ കൺഫേം ദാറ്റ് ദ പെനൽറ്റി ഓഫ് റജിം ബി ഇൻഫ്ലിക്റ്റഡ് ഓൺ ഹിം ഹു കമ്മിറ്റ് ഇല്ലീഗൽ സെക്ഷൽ ഇന്റർകോഴ്സ്. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഈ ഒരു പെനൽറ്റി, ഇത് ഞാൻ കൺഫേം ചെയ്യുന്നു, ഞാൻ സ്ഥിരീകരിക്കുന്നു എന്നാണ് ഉമർ പറയുന്നത്. If he is already married and the crime is proven by witness or pregnancy or confession, അദ്ദേഹം ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തുവാ ഈ വിറ്റ്നസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ സ്ത്രീ ഗർഭധാരണം ധരിക്കുകയാണെങ്കിലോ ഇത് പ്രൂവ് ആകും ഇവൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. സുഫിയാൻ added, I have memorized this narration in this way. സുഫിയാൻ എന്ത് പറഞ്ഞു? ഞാൻ ഇത് ഖുറാന്റെ ആയത്ത് ഇതുപോലെ തന്നെ മെമ്മറൈസ് ചെയ്തെന്ന്. ഞാൻ ഖുറാന്റെ ആയത്തായി, പുള്ളി ഇത് ഖുറാന്റെ ആയത്ത് പുള്ളി മെമ്മറൈസ് ചെയ്തു. Sufyan added that I have memorized this narration in this way. Umar added, surely Allah's messenger carried out the penalty of rajm and so we after him. അള്ളാഹുവിന്റെ റസൂല് വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളും അതുപോലെ തന്നെ ചെയ്തു വരുന്നു. പക്ഷെ പ്രശ്നം, ഉമറിന്റെ പ്രോബ്ലം ഇതാണ്, കുറച്ച് നാളുകൾക്ക് ശേഷം റജിമിന്റെ ആയത്തുകൾ ഖുറാനിൽ നിന്ന് ഇല്ലാതെ പോകും. ആദ്യം ഉണ്ടായിരുന്നു. താങ്കൾ ഭാര്യ ബ്രദർ ചോദിച്ചു ഖുറാൻ പൂർണ്ണമാണെന്ന് ചോദിച്ചപ്പം ബ്രദർ പറഞ്ഞത് പൂർണ്ണമാണ്. പക്ഷെ ഇവിടെ ഉമർ പറയുന്നു, ഈ റജിമിന്റെ ആയത്തുകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനിത് പറഞ്ഞു നടന്നതാണ്. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം ഇത് ഖുറാനിൽ നിന്ന് കാണാതെ പോയി. അപ്പം ഖുറാൻ പൂർണ്ണമാണോ നിജാഷ് ബ്രദറെ? ഖുറാൻ പൂർണ്ണമാണ്. അത് ക്രോഡീകരിച്ചതിന് ശേഷം അത് ക്രോഡീകരിക്കുമ്പോ ഈ ആയത്ത് ക്രോഡീകരിച്ചത് ആരാണ്? അല്ല, ഒരു മിനിറ്റ് നെസ്ലിം ബ്രദർ ടേക്കിംഗ് എ സെക്കൻഡ്. എന്നാൽ പിന്നെ ഞാൻ ചോദ്യം ഒന്ന് തിരുത്തി ചോദിക്കാം, ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ചോദിക്കാം. നിജാഷിൻ്റെ കയ്യിലും ഇന്നത്തെ ഇസ്ലാമിക ലോകം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാരും കുണ്ഠിതന്മാരും ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന
ആ ഖുറാൻ പൂർണ്ണമാണോ അപൂർണമാണോ? പൂർണ്ണമാണ്. ശരി. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വായിച്ച് കേട്ടു കൃത്യമായിട്ട് ഖുറാൻ്റെ ഹാഫിസ് ആയിരുന്ന ആൾ പറയുന്നു അങ്ങനെ ആയത്തുണ്ടായിരുന്നു. സുഫിയാൻ പറയുന്നു അങ്ങനെ ആയത്തുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഹാഫിസാണ്. ഓക്കെ, അങ്ങനെ ആയതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിജാഷ് ബ്രദറിൻ്റെ ഖുറാനിൽ നിന്നും ആ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ ആയത്ത് കാണിക്കാൻ പോവാണ്. ഓക്കെ, അത് ഏത് സൂറ ഏത് ആയത്താണെന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഖുറാന്റെ അകത്തിലില്ലെന്ന്. അല്ല സുഹൃത്ത്, താങ്കളല്ലേ പറഞ്ഞ താങ്കളുടെ ഖുറാൻ പൂർണ്ണമാണെന്നുള്ളത്? ഖുർആന് പൂർണ്ണമാണെന്ന് പറയാൻ കാരണം അത് ക്രോഡീകരിച്ച അല്ല സമയത്ത് അതല്ല എൻ്റെ ചോദ്യം അതല്ല. ഇനിയിപ്പോൾ ഞാൻ വേറൊരു രീതി ചോദിക്കാം. ഈ അള്ളാഹു ഇറക്കിക്കൊടുത്ത എല്ലാ ആയത്തുകളും ഖുറാനിലുണ്ടോ? ഞങ്ങൾ പറയുന്ന താങ്കൾ നോക്കണ്ട. താങ്കളുടെ വിശ്വാസവും താങ്കളുടെ പഠനവും വെച്ചിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞാൽ അതിൻ്റെ ജേഷ്ഠ ഖുറാന്റെ അകത്തിലുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഖുറാന്റെ അകത്തിലുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയോ? അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നബിതങ്ങൾ മുഖേന എന്തെല്ലാം ഇറക്കി കൊടുത്തോ അതെല്ലാം ഖുറാന്റെ അകത്തിലുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വായിച്ചെടുത്ത് കൃത്യമായിട്ട് നസ്രീം ബ്രദർ തെളിവ് തന്നു. അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പറയുന്ന കല്ലെറിഞ്ഞു കൊല്ലുന്ന ആയത്ത് ഖുറാനിലുണ്ടായിരുന്നു. വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ആയത്ത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിജാഷ് ബ്രദർ നമുക്ക് ആ ആയത്ത് ഖുറാൻ്റെ ഏത് സൂറ ഏത് ആയത്ത് നമ്പറാണെന്നൊന്ന് പറഞ്ഞു തരും. നമ്മൾ പരിമിതപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് ഈ അറബിയൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിജാഷ് ബ്രദർ ആ ആയത്തെടുത്ത് നമുക്ക് തരുന്നതായിരിക്കും. ബ്രദറെ, ഒരു കാര്യം പൂർണ്ണമാണ് എന്ന് പറയുകയാണെങ്കിൽ അന്നും അത് പൂർണ്ണമായിരുന്നു, ഇന്നും അത് പൂർണ്ണമായിരുന്നു. അന്ന് ഉമറിന്റെ കാലഘട്ടത്തിൽ ഉമർ ഈ ആയത്ത് കേട്ടിട്ടുണ്ട്, മുഹമ്മദ് ഇത് ഓതിയിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് പുള്ളി അന്നും ഓതി നടക്കുമായിരുന്നു. പുള്ളിയുടെ ഭയം എന്തുമായിരുന്നു? കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇത് ഖുറാനകത്ത് അകത്തുനിന്ന് ഇല്ലാതെയായി പോകും. എന്തുകൊണ്ടാണ് പുള്ളി അത് ഭയന്നിരുന്നത്? പുള്ളിക്ക് തന്നെ ഭയം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഖുറാൻ പൂർണ്ണമല്ലാതെയാകും, ഖുറാനകത്തെ പല ആയത്തുകളും കാണാതെ പോകുമെന്ന് പുള്ളി ഭയന്നിരുന്നു നിജാഷ്. അപ്പൊ പിന്നെ ഖുറാൻ പൂർണ്ണമാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഒരു പുസ്തകത്തിനകത്തു നിന്ന് ഒരു 10 വർഷം മുൻപേ പുസ്തകത്തിനകത്ത് 500 പേജ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അത് ഈ പുസ്തകത്തിൽ നിന്ന് 2-3 പേജുകൾ അവിടെ ഇവിടെയൊക്കെ പോയി. ഇന്ന് ബ്രദറിന്റെ കയ്യിൽ ആ പുസ്തകം വരുമ്പോൾ ആ പുസ്തകം പൂർണ്ണമാണെന്ന് പറയാൻ പറ്റുമോ? അത് പുസ്തകത്തിന്റെ കാര്യമില്ല, ഇത് ഖുർആന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്തുള്ള ശരി, എല്ലാ കാര്യങ്ങളും പൂർണ്ണമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ലൗഫുൽ മഹ്ഫൂസിൽ അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന ഈ ഖുർആനകത്തുണ്ടോ? എൻ്റെ ചോദ്യം ഈ പുള്ളി പറഞ്ഞു, അള്ളാഹു പറഞ്ഞു ഇതെല്ലാം പൂർണ്ണമാണ്. മൈ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ഈ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആയത്ത് എവിടെ? പൂർണ്ണമായ ഖുർആനകത്ത് ആയത്ത് തന്നേരൂ. ഇല്ല, അതിനെ കുറിച്ച് എനിക്ക് അത് അറിയാവുന്ന ആരോട് ചോദിച്ചു എന്ത് കാരണം കൊണ്ടാണ് അതിന്റെ ഖുർആനകത്ത് ഇല്ലാത്തത് എന്താണെന്ന് എനിക്ക് ചോദിച്ചതിന് ശേഷം എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റും. എന്ത് കാരണം കൊണ്ടാണ് അത് ഖുർആനകത്തിൽ വരാത്തതെന്ന്. ഓക്കെ, അപ്പൊ ഇപ്പൊ താങ്കൾ ഇപ്പൊ തന്നെ സമ്മതിക്കുന്നു അത് ഖുറാനിൽ അങ്ങനെ ആയത്തില്ല എന്ന് സമ്മതിക്കുന്നില്ലേ? അത് ആയത്ത് നിങ്ങൾ പറയുന്നു അല്ലല്ല, ആയത്തില്ല, താങ്കൾ പറയൂ. താങ്കൾ ഖുറാൻ വായിച്ച ആളല്ലേ, അങ്ങനത്തെ ആയത്ത് ഖുറാനിൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പം തന്നെ ഓക്കെ, താങ്കൾ മനസ്സിലേക്ക് വെച്ചേക്കണം. ഒരു തർക്കത്തിന് വേണ്ടി ഇത് വെക്കരുത്, പക്ഷേ മനസ്സിൽ കൃത്യമായി വെച്ചേക്കണം. താങ്കൾ പൂർണ്ണമെന്ന് വിശ്വസിക്കുന്ന ഖുറാൻ ഇപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പൂർണ്ണമല്ല എന്ന് താങ്കൾ ഉറപ്പിച്ചോളൂ. ഇനി അടുത്തത്, അതല്ല, ആ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ ഖുർആനായത്ത് എന്ത് കാരണം കൊണ്ടാണ് ഖുർആനിൽ വരാത്തത് എന്നുള്ളത് എനിക്ക് അത് അടുത്ത കാര്യം. അത് ആയത്ത് അള്ളാഹു ഇറക്കി കൊടുത്തു. ആ ഇറക്കി കൊടുത്തത് പൂർണ്ണമാണ് ആകണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഖുറാനിൽ വരണം. അപ്പം നമ്പർ 1 തന്നെ അവിടെ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് നാസ്രിൻ ബ്രദർ ഇനി പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. നാസ്രിൻ ബ്രോ, അല്ലല്ല, അതിലേക്ക് പോകണ്ട. പുള്ളി അത് പഠിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ സംശയം എങ്ങനെ പോയെന്നുള്ള സംശയം അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. കേട്ടിട്ടുണ്ട് നിജാഷ്, അത് കേട്ടിട്ടുണ്ട്. നിജാഷ് ഭായി, താങ്കൾ അത് കേട്ടിട്ടില്ലേ? ഖുറാന്റെ 2 ആയത്തുകൾ മുഹമ്മദ് നബിയുടെ മരണത്തിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നിങ്ങളുടെ പ്രസംഗത്തിൽ കൂടി നിങ്ങളുടെ മറ്റേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നസ്രീൻ ബ്രദറെ, ആ തെളിവം കൊടുക്കുന്നത്. നമ്മൾ പറയുന്നു ബ്രദറിന്റെ പ്രസംഗത്തിൽ താങ്കൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ പ്രസംഗത്തിലും താങ്കൾ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ വാദം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് അന്വേഷിച്ച് പറയാം. കുഴപ്പമില്ല. തെളിവ് തരാം ബ്രദർ. ഇത് തെളിവെടുത്തോണ്ട് ബ്രദർ പോയി അന്വേഷിച്ച് നോക്കിക്കോളൂ. ഓക്കെ. തെളിവ് ഞാൻ മേളിലിടുന്നുണ്ട്. ബ്രദർ അതൊന്ന് വായിച്ചിട്ട് താങ്കൾക്ക് തന്നെ അത് പോയി പരിശോധിച്ച് നോക്കാം, ഈ തെളിവ് ശരിയാണോ അതോ അല്ലയോ എന്നുള്ളത്. സുനൻ ഇബ്ൻ മാജ 1944
1944 മേളിൽ ഞാൻ തെളിവിട്ടിട്ടുണ്ട്. സുനൻ ഇബിൻ മാജ 1944. ഇനിയും ചില പണ്ഡിതന്മാര്, സ്പെഷ്യലി ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാര് പറയും, അത് സഹിയായിട്ടുള്ള ഹദീസ് അല്ല, അത് ഹസനാണ്. എന്നാലും ഹസൻ എന്ന് പറഞ്ഞാലും ഗുഡ് എന്നാണ്. ഗുഡ്, മനസ്സിലായില്ലേ? ഹസൻ സനത് കറക്റ്റ്, മുറിയാത്ത സനതാണ്. ഇത് ഹസനാണ്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞാൽ അതിന് ഉത്തരം ഞാൻ പറയാം. ഇത് ഏതാണ്ട് 6 പണ്ഡിതന്മാര് ഈ ഹദീസിനെ സഹിയായി ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഈ ഹദീസിനെ 6 പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ 6 പണ്ഡിതന്മാർ ഇതിനെ സഹിയായിട്ടുള്ള ഗ്രേഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പണ്ഡിതന്മാരുടെ പേരും കൂടെ പറയാം. അബ്ദുള്ള ദ സൺ ഓഫ് ഇമാം അഹമ്മദ് ഇൻ സവൈദ് അൽ മുസ്നാദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഹദീസ് നമ്പർ 21207 ഇതിനെ സഹിയായിട്ട് ഗ്രേഡിൽ കൊടുത്തിട്ടുണ്ട്. അബ്ദുർ റസാഖ് ഇത് അൽ മുസ്നാഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 599 ഹദീസ് നമ്പർ 599 ഇതിനെ സഹി കൊടുത്തിട്ടുണ്ട്. ഇബൻ ഹിബാൻ ഇതിനെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഹദീസ് നമ്പർ 4428 ഇതിനെ സഹി കൊടുത്തിട്ടുണ്ട്. അൽ ഹാക്കിം എന്ന് പറയുന്ന ഇമാം അൽ ഹാക്കിം എന്ന് പറയുന്ന പണ്ഡിതൻ ഇതിനെ അദ്ദേഹത്തിന്റെ പുസ്തകം അൽ മുസ്തറഖ്, ഈ പുസ്തകത്തിനകത്ത് 8068 ഹദീസ് നമ്പറിൽ സഹിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അൽ ബൈഹാക്കി അദ്ദേഹത്തിന്റെ പുസ്തകം അസ്-സുനാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് 16911 ഹദീസ് നമ്പറിനകത്ത് സഹിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇബ്ൻ ഹാസം ഇതിനെ അദ്ദേഹത്തിന്റെ പുസ്തകം അൽ മുഹല്ലയ്ക്കകത്ത് വോള്യം 12 പേജ് നമ്പർ 175 ഇതിനെ സഹിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സഹി ഗ്രേഡിലാണ് വരുന്നത്. ഈ വിഷയം, മേളിലിട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകൾ ഏതാണ്? ആയത്തുകൾ ഇറ്റ് വാസ് നറേറ്റഡ് ബൈ ആയിഷയുടെ നിവേദനത്തിൽ ദ വേഴ്സസ് ഓഫ് സ്റ്റോണിംഗ് എന്ന് പറഞ്ഞ വ്യഭിചാരിയെ കല്ലെറിയുകയും ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് അഡൾട്ട് 10 times. നമുക്ക് അടുത്ത വിഷയം അതാണ് നമുക്ക് പോകാൻ പോകുന്നത്. അടുത്ത് ഒരു മുസ്ലിം സ്ത്രീ മുതിർന്ന പുരുഷന് 10 പ്രാവശ്യം മുല കൊടുപ്പിക്കുക എന്നുള്ള വിഷയവും ഈ ആയത്തായി റിവീൽ ചെയ്യപ്പെട്ടു. വാസ് റിവീൽഡ് ആൻഡ് ദ പേപ്പർ വാസ് വിത്ത് മീ അണ്ടർ മൈ പില്ലോ. ഈ പേപ്പറുകൾ എന്റെ കയ്യിൽ എന്റെ തലവണയുടെ കീഴിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസികളുടെ അമ്മയായിരിക്കുന്ന ആയിഷ പറയുന്നത്. When the messenger of Allah died, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചപ്പോൾ we were preoccupied with his death. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞങ്ങൾ ബിസി ആയിപ്പോയി, ഓക്യുപ്പൈഡ് ആയിപ്പോയി. And a tame sheep came in and ate it. ഒരാട് വന്ന് ഈ ആയത്തുകളെ തിന്നു കളഞ്ഞു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ആയിഷ രേഖപ്പെടുത്തിയത്. അപ്പൊ ബ്രദറിന് പോയി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാം. ഞാൻ ഇതിനെപ്പറ്റി കുറെ നാളുകൾ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിനെപ്പറ്റി വായിക്കുകയും ഇതിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നോക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ബ്രദറിന് പോയെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ ബ്രദർ ഇതിനെപ്പറ്റി പഠിക്കുക. ഈ മുതിർന്ന വ്യഭിചാരിയെ കല്ലെറിയുന്ന ആയത്തിന്റെ കാര്യമാണ്. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആയത്തിന്റെ കാര്യമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഖുറാനിൽ 2-3 ഇടത്ത് പറയുന്നുണ്ട്. അതായത് ഖുറാൻ 4:15 പറയുന്നുണ്ട് വീടുകളിൽ തടവിലാക്കുക, 4:16 പറയുന്നുണ്ട് പീഡിപ്പിക്കുക എന്നാണ് മലയാള പരിഭാഷയ്ക്കകത്ത് പീഡിപ്പിക്കുക എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ 24:2 അകത്ത് പറയുന്നുണ്ട് 100 അടി അടിക്കുക. ഈ 3 ആയത്തുകളും നസ്കാക്കിക്കൊണ്ട് അവസാനം ഇറക്കിയ ആയത്താണ് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ആയത്ത്. ഓക്കെ, ഈ 3 ആയത്തിനെ നസ്കാക്കിക്കൊണ്ട് നാസുക്കും മൻസുക്കും ഇല്ലേ, അള്ളാഹു ഒരു ആയത്ത് ഇറക്കി തരും, അത് പിന്നീട് തിരുത്തും, എന്നിട്ട് അതിന് തുല്യമായിട്ടുള്ള ആയത്തോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആയത്തോ കൊണ്ടുവരുന്നുള്ള ആ നാസുക്കും മൻസൂക്കും ചെയ്തിട്ടാണ് ഈ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ആയത്ത് കൊണ്ടുവന്നത്. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നസ്ക് ചെയ്യപ്പെട്ട ആയത്തുകളൊക്കെ ഇന്നും ഖുറാനിലുണ്ട്. നസ്ക് ചെയ്തിട്ട് അതിന് പകരമായിട്ട് കൊണ്ടുവന്ന ആയത്ത് മിസ്സിംഗ് ആണ്. മനസ്സിലായോ? നസ്ക് ചെയ്തിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ട് കൊണ്ടുവന്ന ആയത്ത് ഇന്ന് ഖുറാനിലില്ല, പക്ഷെ നസ്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ആയത്തുകൾ ഖുറാനിലുണ്ട്. അതെ, അതാണ് അവിടുത്തെ പ്രശ്നം. നിജാഷ് ബ്രദറെ, താങ്കൾ ഇതിനെപ്പറ്റി പഠിക്കൂ, കുഴപ്പമില്ല. താങ്കളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഈ വിഷയം താങ്കൾ പഠിക്കും എന്ന് പറഞ്ഞതിൽ ബഹുമാനിക്കുന്നു. പക്ഷെ ഈ മുതിർന്ന പുരുഷന്മാർ ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ മുസ്ലിം സ്ത്രീ മുതിർന്ന പുരുഷന്മാർക്ക് 10 പ്രാവശ്യം മുല കൊടുക്കണം. ഇത് താങ്കൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇത് ഖുർആന്റെ ആയത്തായിട്ടുണ്ടായിരുന്നു എന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. സഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, ഞാനത് ഹദീസ് മേളിൽ ചെയ്യാം. ഒരു മുസ്ലിം സ്ത്രീ അവൾക്ക് ഒരു മഹറം അല്ലാത്ത ഒരു പുരുഷനെ എന്ന് പറഞ്ഞാൽ ഭർത്താവോ അപ്പനോ സഹോദരനോ അല്ലാത്ത ഒരു പുരുഷനുമായി അടുത്ത് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യണമെങ്കിൽ ഇസ്ലാമിക ലോകത്ത് അതിനുള്ള നിബന്ധനയുണ്ട്.
അവൾ എന്തു ചെയ്യണം? അവൾ ഈ മുതിർന്ന പുരുഷന് 10 പ്രാവശ്യം മുല കൊടുക്കണം, ബ്രസ്റ്റ് കൊടുക്കണം. പാലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല. മുല കൊടുക്കുക, സക്ലിംഗ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക. അതെ, ആയിഷയുടെ നിവേദനത്തിൽ ഹദീസ് വരുന്നു. സഹി മുസ്ലിം 1452 1452 ആയിഷ നിവേദനം. ആയിഷ റിപ്പോർട്ടഡ് that it has been revealed in the Holy Quran that 10 clear suckling make the marriage unlawful. അള്ളാഹുവിന്റെ പവിത്രമായ ഈ ഖുറാനകത്ത് 10 പ്രാവശ്യം മുല കൊടുപ്പിക്കുക, സക്ലിംഗ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരുടെ വിവാഹ ബന്ധത്തെ ഇല്ലായ്മ അൺലോഫുൾ ആക്കുന്നു. അവരുമായിട്ട് പിന്നെ വിവാഹ ബന്ധം നടക്കത്തില്ല, നിക്കാഹ് ചെയ്യാൻ പറ്റത്തില്ല, മെഹറമായി പോകും. ഇറ്റ് വാസ് അബ്രോഗേറ്റഡ് ബൈ 5 സക്ലിംഗ്. അതിനെ നസ്കാക്കിയിട്ട് അള്ളാഹു 10 കുറച്ചിട്ട് 5 പ്രാവശ്യം സക്കിൾ ചെയ്യാൻ പറഞ്ഞു. സക്ലിംഗ് ആണ് കേട്ടോ, പാൽ ഒഴിച്ചു കൊടുക്കുക, പിഴിഞ്ഞു കൊടുക്കുക ഒന്നും അല്ല, സക്ലിംഗ് ചെയ്യിപ്പിക്കുക. ഓക്കെ. Allah's apostle died and it was before that time found in the Quran and recited by Muslims. അള്ളാഹുവിന്റെ റസൂലും മരിച്ചതിന് മുൻപേ തന്നെ ആ സമയത്ത് മുസ്ലിങ്ങൾ ഇത് ഖുറാനകത്ത് ഉണ്ടായിരുന്നു എന്നും ഇത് മുസ്ലിങ്ങൾ ഓതിയിരുന്നു എന്നുമാണ് ആയിഷ പറയുന്നത്. ഏത് ഹദീസിലാ? സഹിയായിട്ടുള്ള മുസ്ലിമിൽ, ദായിഫ് അല്ല, സഹിയായിട്ടുള്ള മുസ്ലിം സഹി ഹദീസിലാണ് ആയിഷ പറയുന്നത്. ഈ ഒരു പ്രവൃത്തിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒരു മുസ്ലിം സ്ത്രീ അന്യ പുരുഷന്മാരെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി വീട്ടിലെ അനുവാദം കൊടുത്ത് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഈ അന്യ മുതിർന്ന പുരുഷന്മാർക്ക് മുല കൊടുക്കുന്ന ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇതൊരു നല്ല പ്രവൃത്തിയാണോ? ഞാൻ ഈ ഹദീസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഓക്കെ. അല്ല, പക്ഷെ താങ്കളോട് ഞാൻ, താങ്കൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ബ്രദർ ഇതിനെപ്പറ്റി പഠിക്കുക, കുഴപ്പമില്ല. പക്ഷേ ഒരു മുസ്ലിം സ്ത്രീ, ഒരു നിക്കാഹ് ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഒരു അന്യ പുരുഷനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ മഹറമാക്കാൻ, മഹറം എന്ന് പറഞ്ഞാൽ ഇനിയും അവനുമായി ഇവൾക്ക് നിക്കാഹ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പറഞ്ഞു കൊടുത്ത ഒരു ഉപാധിയാണ്, ഖുറാനിൽ വന്ന ഒരു ആയത്താണ് ഈ സ്ത്രീ ഈ മുതിർന്ന പുരുഷന് 10 പ്രാവശ്യം മുല കൊടുക്കുക എന്നുള്ളത്. ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു മുതിർന്ന പുരുഷൻ വന്നിട്ട് മുല എടുത്തു കഴിഞ്ഞാൽ അവന് അവളോടുള്ള താല്പര്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇതിനു മുൻപ് ഏതെങ്കിലും പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ബ്രദർ നിജാഷ് ബ്രദർ കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അവരൊരിക്കലും സംസാരിക്കത്തില്ല. ഇത് സഹീഹാണോ ഉള്ളതാണോ? ബ്രദറെ സഹി മുസ്ലിമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നസ്രീനെ ആ ഫിക്രസിനെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു ഇദ്ദേഹത്തിന്. അയ്യോ അവിടെ വരെ ഒന്നും പോകണ്ട ബ്രദറെ, അത്രയും അവിടെ വരെ ഒന്നും ബ്രദർ എത്തിയിട്ടില്ല. നിജാഷ് ബ്രദർ പതുക്കെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഹൈ ഡോസേജ് ഒന്നും അദ്ദേഹം എടുക്കത്തില്ല. നമുക്കിത് പതുക്കെ മനസ്സിലാക്കി പോകാൻ വേണ്ടിട്ടാ. സഹി മുസ്ലിമിൽ നിന്നാണ് നിജാഷ് ബ്രദറെ. സഹി മുസ്ലിം. ബുഖാരിയിൽ നിന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ ഈ വിഷയം? ഇല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നതെന്ന് കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ. ഇതിന്റെ ആദ്യമായിട്ട് ഈ വിഷയം എന്ത് സാഹചര്യത്തിലാണ് ഒരു കാര്യം ഒന്ന് പറഞ്ഞത് ചോദിച്ചോട്ടെ നമുക്ക് അറിയില്ലല്ലോ. നിജേഷ് ബ്രദറെ, സാം ബ്രദർ എന്തെങ്കിലും പറയുന്നുണ്ടോ? സാം ബ്രദറെ പാട്ടാണ്. പറഞ്ഞിട്ട് നസ്രീം ബ്രദർ കണ്ടിന്യൂ ചെയ്തു. സാം ബ്രദറെ പാട്ടാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ പറയപ്പെടുന്ന അള്ളാഹു കൊടുത്ത ആയത്ത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മുല കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം ശരിയോ തെറ്റോ എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ട് നസ്രീം ബ്രദർ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കൊരു ആഗ്രഹം, എന്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം, ഒരു ദുരാഗ്രഹമായിരിക്കാം ഒരു പക്ഷേ, നിജീഷ് ബ്രദർ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഈ ആയത്തിനെ പറ്റി ഒന്നും ഇറക്കാതിരിക്കുന്നത് മനസ്സിന്റെ ആഗ്രഹം ഇറക്കല്ലേ. അല്ല, ഈ പറയപ്പെടുന്ന സമ്പ്രദായം, അള്ളാഹു കൊടുത്ത ഈ സമ്പ്രദായത്തിനെ ഈ മനുഷ്യൻ എന്ന നിലയിൽ നിജാഷ് ബ്രദർ എങ്ങനെ കാണുന്നു എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ, വൾഗാരിറ്റി അല്ലേ, വൃത്തികേടല്ലേ എന്ന് കേട്ടാൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടായേനെ. അനിൽ പാസ്റ്റർ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ. അനിൽ പാസ്റ്റർ എന്തോ പറയാൻ വന്നേ? അനിൽ പാസ്റ്റർ മൈക്ക് എടുത്തായിരുന്നു? ഇല്ല. നിജാഷ് ബ്രദറെ, സാം ബ്രദർ ചോദിച്ച ചോദ്യത്തിന് പറയാമോ? താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു മുസ്ലിം സ്ത്രീ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതുകൊണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാല്, ഇവിടെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല.
ഇതിന്റെ ആശയം പറയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പറയാം അതുകൊണ്ടാണ് ആശയം എനിക്ക് പറയാം പറയാൻ പറ്റാത്തത്. ആശയം പറയാം ഞാൻ ആശയം പറയാം. ഇതിന്റെ സന്ദർഭം എന്താണെന്ന് ആദ്യം പറയാം. ഇതാദ്യമായിട്ട് വന്നതിന്റെ സന്ദർഭം പറയാം. മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബിമാരിൽപ്പെട്ട ഒരാളായിരുന്നു അബൂ ഹുദൈഫ എന്ന് പറയുന്ന വ്യക്തി. എന്താണ്? അബൂ ഹുദൈഫ. അബൂ ഹുദൈഫ. ഓക്കെ. അബൂ ഹുദൈഫയ്ക്കും സഹള ബിൻ സുഹൈൽ എന്ന് പറയുന്ന സ്ത്രീക്കും ഒരു വളർത്തുപുത്രൻ ഉണ്ടായിരുന്നു. വളർത്തുപുത്രൻ. വളർത്തുപുത്രൻ. ഓക്കെ. ഓക്കെ. ഈ വളർത്തുപുത്ര സമ്പ്രദായം ഇല്ലായ്മ ചെയ്തപ്പോൾ ഖുറാന്റെ ഒരായത്ത് വന്നായിരുന്നല്ലോ, വളർത്തുപുത്രന്മാരാരും നിങ്ങളുടെ ദത്തുപുത്രന്മാരാരും നിങ്ങളുടെ പുത്രന്മാരല്ല എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ആ ആ ഈ ആയത്ത് വന്നപ്പോൾ ഈ വളർത്തുപുത്രൻ, ഈ സാലിം എന്ന് പറയുന്ന ഈ വളർത്തുപുത്രൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അബൂ ഹുദൈഫയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇനി ഇവനെ വളർത്തുപുത്രന്റെ രീതിയിൽ കാണാൻ പറ്റത്തില്ല. അപ്പം വീട്ടിൽ ഭാര്യ ഇരിക്കുക, വീട്ടിൽ സഹള ബിൻ സുഹൈൽ ഇരിക്കുക. അപ്പം അബൂ ഹുദൈഫയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവനെ കാണുമ്പോഴൊക്കെയും അബൂ ഹുദൈഫയ്ക്ക് ഹൃദയത്തിൽ ഭയങ്കര വല്ലായ്മയാ. ഓക്കെ. അപ്പം സഹള ഇത് കണ്ടിട്ട് സഹള മുഹമ്മദിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് മുഹമ്മദിനോട് പറയുന്നു, എന്റെ വീട്ടിലേക്ക് സാലിം കടന്നു വരുമ്പോൾ അബൂ ഹുദൈഫയ്ക്ക്, എന്റെ ഭർത്താവായ അബൂ ഹുദൈഫയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മുഖമെല്ലാം വല്ലാതെ ചുളിഞ്ഞ് വല്ലാത്ത ഒരു ദേഷ്യത്തിന്റെ ഒരു ഭാവത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം മുഹമ്മദ് ഇത് കണ്ടുകൊണ്ട് മുഹമ്മദ് പറയുകയാണ്, നീ അവന് മുല കൊടുക്കുക, നീ സാലിമിന് മുല കൊടുക്കുക. വളർത്തുപുത്രന്, ഭർത്താവിനല്ല, വളർത്തുപുത്രന്. ഈ വളർത്തുപുത്രന് നീ സക്കിൾ ഹിം. ഞാൻ ഹദീസ് മേളിലിട്ടിട്ടുണ്ട്, ബ്രദറിന് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ. സഹീഹ് മുസ്ലിം 1453. നീ അവന് മുല കൊടുക്കുക, സക്കിൾ ഹിം എന്ന് സഹള ബിൻ സുഹൈലിനോട് മുഹമ്മദ് പറയുകയാണ്. അപ്പം സഹള ഇത് കേട്ടുകൊണ്ട് സഹള ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിൽ സഹള ചോദിക്കുന്നു, ഞാനിങ്ങനെ ഇവന് മുല കൊടുക്കുന്നത്, ഇവൻ മുതിർന്ന പുരുഷനല്ലേ, ഹൗ ക്യാൻ ഐ സക്കിൾ ഹിം, ഹി ഈസ് എ ഗ്രോൺ അപ്പ് മാൻ. കാരണം അവൻ വലിയ പയ്യനാണ്, ചെറിയ കൊച്ചൊന്നും അല്ല, ഒരു വയസ്സ് 2 വയസ്സുള്ള കൊച്ചൊന്നും അല്ല. അപ്പം സഹള പറയുന്നു, ഞാനെങ്ങനെ ഇവന് മുല കൊടുക്കും, ഇവൻ വളർന്ന പുരുഷനല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം ഇവൻ മുതിർന്ന പുരുഷനാണ്, പക്ഷെ നീ അങ്ങനെ ചെയ്യുക. I know he is already know he is a young man. അങ്ങനെ മുന്നിലോട്ട് നമ്മൾ ഹദീസിൽ നോക്കുമ്പോൾ സഹള ഈ സാലിമിന് മുല കൊടുക്കുന്നു. മുല കൊടുത്തു കഴിഞ്ഞതിനു ശേഷം അബൂ ഹുദൈഫയുടെ ഹൃദയത്തിലുള്ള വിഷമമെല്ലാം മാറിപ്പോകുന്നു. മനസ്സിലായി? ഇതാണ് സന്ദർഭം. ഇത് ഖുർആന്റെ ആയത്തായി വന്നു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു അന്യ പുരുഷന്മാർക്ക് വീട്ടിനകത്ത് കയറി ഭർത്താവില്ലാതിരിക്കുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളുമായി സംസാരിക്കണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ഈ അന്യ പുരുഷന്മാർക്ക് 10 പ്രാവശ്യം മുല കൊടുക്കണം. അതല്ല, ഈ മുല കൊടുത്തത് ആർക്കാണ്? ഈ സ്ത്രീ മുല കൊടുത്തത് ആർക്കാണ്? സാലിമിന്. സാലിം ആരാണ് അവളുടെ? സാലിം പണ്ട് വളർത്തുപുത്രനായിരുന്നു. ആയിരുന്നല്ലോ, വളർത്തുപുത്രനായിരുന്നു. പക്ഷേ വളർത്തുപുത്ര സമ്പ്രദായം നീങ്ങിപ്പോയി. വളർത്തുപുത്ര സമ്പ്രദായമേ ഇല്ലായ്മയാക്കി ഖുർആന്റെ ആയത്ത് വന്നപ്പോൾ. ഖുർആന്റെ ആയത്ത് അതിനുശേഷമല്ലേ ഖുർആന്റെ ആയത്ത് വന്നത്? ഖുർആന്റെ ആയത്ത് വന്നതിന് ശേഷം വളർത്തുപുത്ര സമ്പ്രദായം ക്യാൻസൽ ആയി. അതിനുശേഷം ഈ സാലിം വീട്ടിൽ വരുമ്പോൾ ഇവൻ വളർത്തുപുത്രനല്ല. മനസ്സിലായില്ലേ? ഖുർആന്റെ ആയത്ത് അനുസരിച്ച് എന്താ, നിങ്ങളുടെ വളർത്തുപുത്രന്മാരാരും നിങ്ങളുടെ പുത്രന്മാരല്ല. അപ്പൊ ഖുർആന്റെ ആയത്ത് വന്നതിന് ശേഷം സാലിമിനെ അബൂ ഹുദൈഫയ്ക്കും വളർത്തുപുത്രനെ പോലെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ആരെ പോലെ കാണും? അന്യപുരുഷനെ പോലെ. ഞാൻ ചോദിക്കുന്നത്, ഈ ആയത്ത് ഇറങ്ങുന്നത് ഈ സംഭവത്തിന് ശേഷമാണോ മുമ്പാണോ? ഏത് സംഭവത്തിന് ശേഷമാണോ? മുല കൊടുക്കുന്നതിന്. ഈ മുല കൊടുക്കുന്ന ഈ സിറ്റുവേഷന് ശേഷമാണ്. സിറ്റുവേഷന് ശേഷമാണല്ലോ ഈ ആയത്ത് ഇറങ്ങുന്നത്. പക്ഷെ ഈ സാലിം താടിയും മീശയുള്ള മുതിർന്ന പയ്യനാണ് കേട്ടോ. പുള്ളി ചോദിക്കുന്നത്, അതായത് ഈ പുത്രന്മാരല്ലാതാക്കുന്ന ആ ഒരു ആയത്തില്ലേ, അത് ഇതിന് മുമ്പാണോ ശേഷമാണോ എന്നാണോ പുള്ളി ചോദിക്കുന്നത്? അല്ല, പുള്ളി ചോദിച്ചത് സഹള സുഹൈൽ ഈ സാലിമിന് മുല കൊടുത്തതിന് ശേഷമാണോ ഈ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 പ്രാവശ്യം മുല കൊടുക്കുക എന്നുള്ളത്. ഓബ്വിയസ്ലി അതിനുശേഷമായിരിക്കും. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഖുർആനകത്ത് ആയത്തില്ല. ഇന്നത്തെ ഖുർആനകത്ത് ഈ ആയത്തില്ല. ഇനിയും ഈ അന്യപുരുഷന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്ത് വെച്ചിട്ട് ആയിഷ ബീവി അന്യപുരുഷന്മാരെ വീട്ടിലേക്ക് ഈ ഒരു സമ്പ്രദായം വെച്ച് കൊണ്ടുവരുമായിരുന്നു സംസാരിക്കാൻ വേണ്ടി. ആയത്ത് ഇറങ്ങിയതിന് ശേഷമോ?
ഈ ആയത്ത് പറഞ്ഞതിന് മുല ശേഷം മുല സഹ്ല കൊടുക്കാൻ ബിൻ സുഹൈലിനോട് മുല കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം. കൊണ്ടുവന്ന് മുല അതെ. കൊടുക്കുമായിരുന്നോ? ഐഷ ബീവി എന്ത് ഇങ്ങനെ അന്യ പുരുഷന്മാര് ഹദീസ് എന്ത് ചെയ്യും? തരാം മുല തെളിവ് കൊടുക്കുമായിരുന്നു, മുല തെളിവ് കൊടുത്തു എന്നുള്ള ഹദീസ് വേണം. ബ്രദറെ തരാം, നസീം ബ്രദർ എല്ലാം ഒന്ന് എടുത്തോ തരാം. ബ്രദറെ. നജാസ് ബ്രദറെ, ഇതിനെങ്കിലും ഓ, കൊണ്ടുവരുമ്പോ ഇതെങ്കിലും ഒന്ന് അംഗീകരിക്കണേ പ്ലീസ്. അതല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് ആദ്യമായിട്ടാ കാണുന്നത്, എനിക്ക് ആ, അറിഞ്ഞൂടാന്നും നിങ്ങ- പറഞ്ഞിട്ട് ഈ നി- ഓടുന്ന നിങ്ങള് പരിപാടി അത് നിങ്ങൾ ശരിയല്ലത്, നിങ്ങൾ മോശം. നസീം പറയുന്നത് ബ്രദർ എന്ത് അംഗീകരിക്കാനാണെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ ചർച്ചയ്ക്ക് വരേണ്ട കൊണ്ടുവരുന്നറിയോ? കാര്യമില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ അംഗീകരിക്കാനാണെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇത് താങ്കളൊന്നും അംഗീകരിക്കുന്നത്, താങ്കൾ അത് മുഹമ്മദിന് കൊടുത്ത സർവ്വതും താങ്കൾ തള്ളി. ഖുർആൻ ഞാനൊന്നും താങ്കൾക്ക് അറിയത്തില്ല. തള്ളിയിട്ടില്ല, ഞാനൊന്നും തള്ളിയിട്ടില്ല. നിങ്ങളുടെ വാദപ്രകാരം മുല കുടിക്കുന്ന ഹദീസ് അപ്പൊ ശരിയല്ലെന്നാണോ താങ്കൾ പറയുന്നത്? മുല പൊടിക്കുന്ന ഹദീസ് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് അപ്പൊ സാഹചര്യം ശരിയാണ്, നോക്കണം. അപ്പൊ ശരിയാണ്. എന്തോ മുല പൊടിക്കുന്ന ഹദീസ് മുല സഹോദരന്മാരെ, പൊടിക്കുന്ന സ്വന്തം മുല വളർത്തു കൊടുക്കുന്ന മകനാണ് മുല ഹദീസ് പൊടിക്കുന്നത്. അല്ല, നസീം ബ്രദർ മുല അത് എടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ആയത്താണ്. ആയത്താണ് ഹദീസ് അല്ല, ആയത്ത് ആയത്താണ്. ആയത്ത് അത് ബ്രദറെ ആയത്ത് ആയത്തായി വന്നതാണ്, അല്ല, ഇത് ഞാൻ പറഞ്ഞത് ആയത്തായിട്ട് ആയത്തില്ലല്ലോ. വന്നതാണ്. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആയത്തില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഹദീസുകളിൽ കൂടാണ് നമുക്ക് ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നിജാഷ് ഭായി, ആ ആയിഷ അന്യ പുരുഷന്മാരെ വീട്ടിലോട്ട് കൊണ്ടുവരുവാൻ സംസാരിച്ച് അടുത്ത് ഇടപെടുവാൻ വേണ്ടിയിട്ട് ആയിഷ എന്ത് ചെയ്തിരുന്നു? എന്ത് ചെയ്തിരുന്നു? ആയിഷ എന്ത് ചെയ്തിരുന്നു? എന്തുവാ? ആയിഷ അന്യ പുരുഷന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആയിഷ എന്ത് ചെയ്തിരുന്നു? എന്ത് ചെയ്യും? നിങ്ങൾ പറ, എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്കതുകൂടെ ഒന്ന് നോക്കിയേക്കാം, ഒരു തെളിവൂടെ. ഇത്രയും നേരം നമ്മൾ തെളിവ് തന്നിട്ട് ബ്രദർ ഇത് അതങ്ങനെയാണ് അതിങ്ങനെയാണ് ഞാൻ ന്യായീകരിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. ഇത് ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഒന്ന് നിർത്തും ബ്രദർ. എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇതിനെയൊക്കെ? ഇത് വായിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, വായിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. ഞാനത് തെളിവ് തരാം. അതെണ്ട്. സുനൻ അബൂദാവൂദ് 2061. സുനൻ അബൂദാവൂദ് 2061. നിജാഷ് ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സുനൻ അബൂദാവൂദ് 2061. ഒരു മിനിറ്റ്, ഞാൻ മേളിൽ പിൻ ചെയ്യാം. അബൂദാവൂദ് അബൂദാവൂദ് 2061. സുനൻ അബൂദാവൂദ്. ഓക്കെ. Aisha, the wife of the Prophet, and Salama said, Abu Hudayfa bin Utbah bin Rabia bin Abd Sham adopted Salim. എന്ന് തൊട്ടാണ് പറയുന്നത്. ഞാനത് തെളിവൊന്ന് മേളിൽ പിൻ ചെയ്യാമേ. തെളിവ് മേളിൽ പിൻ ചെയ്തിട്ടുണ്ട് ബ്രദറെ, ഇതൊന്ന് നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഇനി ഇഷ്ടം പോലെ തെളിവ് തഫ്സീറുകളിൽ നിന്നും വേറെ ഷറഹകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും തെളിവ് തരാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. സുനൻ അബൂദാവൂദ് 2061. Okay. Aisha, the wife of the Prophet, and Salama said, Abu Hudayfa bin Utbah bin Rabia bin Abd Sham adopted Salim. Salimine Abu Hudayfa adopted as his son and married him to his niece Hind. Hindumaയിട്ട് Abu Hudayfa Salimine nikah കഴിപ്പിച്ചു. Daughter of Al-Walid bin Utbah bin Rabia. The Salim was a freed slave of a woman from Ansar. അൻസാറിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ ഒരു സ്വതന്ത്രമാക്കപ്പെട്ട ഒരു അടിമയായിരുന്നു ഇദ്ദേഹം സാലിം. Freed slave woman from Ansar, as the apostle of Allah adopted Zaid as his son. Zaidനെ മുഹമ്മദ് അടിമയായ സയ്യിദിനെ വളർത്തുപുത്രനായി അഡോപ്റ്റ് ചെയ്തതുപോലെ തന്നെ അബൂ ഹുദൈഫ സാലിമിനെ അഡോപ്റ്റ് ചെയ്തതായിരുന്നു. In pre-Islamic days, when anyone adopted a man as his son, ഇസ്ലാമിന് മുൻപേ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുമായിരുന്നല്ലോ പിള്ളേരെ. The people called him by his name, and he was given a share from his inheritance. Allah the Exalted revealed called this about the matter. Call them by their fathers. അവരുടെ പിതാക്കളുടെ പേരിൽ മാത്രമേ നിങ്ങൾ അവരെ വിളിക്കാവൂ എന്ന് അല്ലാഹു ഖുറാന്റെ ആയത്തിറക്കി. That is gesture in the sight of Allah. And if you know not their fathers, then your brethren in the faith and your clients. അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ പിതാവിന്റെ പേര് അറിയത്തില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഇസ്ലാമിൽ നിങ്ങൾക്ക് അവർ സഹോദരന്മാരെ പോലെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു. Sahla, daughter of Suhail, Amir bin Quraysh, then came and said, Apostle of Allah, we used to consider Salim as our son. അപ്പം സഹള, അബൂ ഹുദൈഫയുടെ ഭാര്യയായിരിക്കുന്ന സഹള വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ സാലിമിനെ ഞങ്ങളുടെ മകനായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. He dwelled with me and Abu Hudayfa in the same house, and he saw me in the short clothes. സാലിം ഞങ്ങളുടെ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അബൂ ഹുദൈഫയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് സാലിം എന്നെ പണ്ട് ചെറിയ തുണിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്. But Allah the Exalted has revealed about them what you know
then what is your opinion about it? അപ്പൊ അള്ളാഹു ഇങ്ങനെ ഖുറാന്റെ ആയത്തൊക്കെ ഇറക്കിയല്ലോ, അപ്പൊ പിന്നെ ഇപ്പം താങ്കളുടെ അഭിപ്രായം എന്താണ്? The prophet said, give him your breast. She gave him 5 breastfeed. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, നീ അവന് മുല കൊടുക്കുക. അങ്ങനെ ഈ വ്യക്തിക്ക് സാലിമിന് സഹള മുല കൊടുത്തു 5 പ്രാവശ്യം. 5 breastfeed. Whom Aisha, അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ. She gave him 5 breastfeed. He then became her like a foster son. അപ്പോഴത്തേക്കിനും സാലിം ഇവന് ഒരു ഫോസ്റ്റർ മകനെ പോലെയായി. Hence Aisha used to ask the daughters of her sisters and daughters of her brethren to give him breastfeed 5 times. ആയിഷ എന്ത് ചെയ്യുമായിരുന്നു? ആയിഷ ഈ സഹോദരിമാരുടെ പെൺമക്കളോടും അതുപോലെ സഹോദരന്മാരുടെ പെൺമക്കളോടും ഇങ്ങനെ ഇവന് മുല കൊടുക്കുവാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. Okay, and who wanted to visit her, ആയിഷയെ കാണാൻ വരുന്നവർക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. Though he might be of age, he then visited her. അവൻ ഒരു മുതിർന്ന പുരുഷനാണെങ്കിൽ പോലും അവന് ആയിഷയെ വന്ന് കാണാമായിരുന്നു. But Ummu Salama and all other wives of the Prophet refused to allow anyone to visit them on the basis of such breastfeeding unless one was given breastfeed during infancy. ഉമ്മു സലമയും മറ്റു ഭാര്യമാർക്കും ഈ വിഷയം ഇഷ്ടമില്ലാതിരുന്നു. അവരെന്ത് ചെയ്യുമായിരുന്നു? അവര് അതിന് വിസമ്മതിച്ചു. They did not allowed it. അവര് പറഞ്ഞ എന്താണ്? ഇത് കൊച്ചിലെ ഒരു കുഞ്ഞായിരുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്ന ആ സമയത്തായിരുന്നെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇത് മുതിർന്ന പുരുഷന്മാരാണ്, അപ്പൊ അവരുമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആയിഷ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ആയിഷ ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫതഹൽ മുനീം ഷറഹ്, സഹീഹ് മുസ്ലിമിന്റെ ഷറഹ് ആണ് ഫതഹൽ മുനീം. ഓക്കെ, ഇത് മൂസ ഷാഹി ലാഷിന്റെ പുസ്തകമാണ്. മൂസ ഷാഹി ലാഷിന്റെ പുസ്തകം വോള്യം 5 പേജ് നമ്പർ 622 നിന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? ആയിഷ opined that adult breastfeeding makes an individual mahram. ആയിഷ പറഞ്ഞിരുന്നത് ഒരു മുതിർന്ന പുരുഷന് മുല കൊടുക്കുന്നത് അവനെ മഹറമാക്കും. And she practically breastfed a young man. ആയിഷ മുതിർന്ന ഒരു കൊച്ചു പയ്യന് പുള്ളിക്കാരത്തി മുല കൊടുക്കുമായിരുന്നു, ബ്രസ്റ്റ് ഫെഡ് ചെയ്യുമായിരുന്നു. He would enter upon her, but the remainder of the mothers of the believers of the wives of the Prophet Muhammad denied it, adult breastfeeding. പക്ഷെ മറ്റു ഭാര്യമാര് ഇത് വിസമ്മതിച്ചു, അവരത് അംഗീകരിച്ചില്ല. ഏത്? മുല കുടിപ്പിക്കുന്ന ഭാഗം. ആയിഷ ഇതിനെ നന്നായിട്ട് അങ്ങ് ഏറ്റെടുത്തു, മറ്റു ഭാര്യമാർക്ക് നാണക്കേടായിരുന്നു. ആയിഷ ഖുറാന്റെ ആയത്തനുസരിച്ച് ജീവിച്ചു പോയി. നസ്രീം ബ്രദറെ, ഒരു വിഷയം നിൽക്കുന്നത്, ഇത് നമ്മുടെ മുഹമ്മദ് ഈസ എനിക്ക് മറുപടി എന്ന് പറഞ്ഞ ഒത്തിരി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു സ്പൂണിൽ മുലപ്പാൽ പകർന്നു കൊടുക്കുന്ന ഏർപ്പാടാണെന്ന് പറയുന്നുണ്ട്. അതിനെ ജെറി ബ്രദർ ഒരു വീഡിയോ കണ്ണിക്കുന്നുണ്ട്, നമ്മുടെ ജെറി ബ്രദർ. അതായത് സാലിം ഒരു മുതിർന്ന ആളല്ലേ? അപ്പോൾ മുഹമ്മദ് ചിരിച്ചുകൊണ്ട് പറയുന്നു അവൻ മുതിർന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ കള്ളച്ചിരിയാണത്. കാരണം ഈ സ്പൂണിൽ കൊച്ചുകുട്ടിക്ക് കൊടുത്താലും മുതിർന്ന ആളിന് കൊടുത്താലും അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. അവൻ മുതിർന്ന ആളല്ലേ എന്ന ചോദ്യം എറൈസ് ചെയ്യാനും അതെനിക്കറിയാമെന്ന് പറയാനും കാരണം അത് നേരിട്ട് കൊടുക്കുന്നു എന്ന് തന്നെയാണ്. ഇനി അടുത്തൊരു നേരിട്ട് കൊടുക്കുന്നു ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് കൊടുത്തോട്ടെ പാസ്റ്ററെ. അറിയാം, നമുക്കറിയാലോ ഇദ്ദേഹത്തിന്റെ ഒരു വാദമായി പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സ്പൂൺ കൊണ്ട് കൊടുത്തു എന്നൊന്നും നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. അടുത്തൊരു കാര്യം, ഈ ഡെലിവറി കഴിയാത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറയാനാവാത്ത ആയിഷ എങ്ങനെയാണ് ഈ മുലപ്പാൽ കൊടുക്കുന്നത്? അത് നമുക്ക് സയന്റിഫിക്കലി അത് കറക്റ്റ് ആവുമോ? അത് ഒന്ന് വ്യക്തമാക്കാൻ കൊള്ളാം. ഇല്ല അൽപാസ്റ്റേ, അതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. സഹള ബിൻ സുഹൈൽ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ആ സമയത്ത്, സലീം ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു കുഞ്ഞൊന്നുമില്ല. അവള് ഗർഭം ധരിച്ചിട്ടില്ല. ആ സമയത്ത് കുഞ്ഞുങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കൊച്ചിന്, ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് മുലപ്പാൽ ഉണ്ടാകുന്നത്? പാലുണ്ടാകാൻ ഒരു ചാൻസേ ഇല്ല. വേറൊരു വിഷയം ഇതിനകത്ത് ഈ മുഹമ്മദ് ഈസ കൊണ്ടുവരുന്ന ഈ വിഷയം എന്ന് പറയുന്നത് ഈ പാല് ഒഴിച്ചു കൊടുത്തു, കപ്പിൽ ഒഴിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മുഹമ്മദ് ഈസ അതിനുള്ള വാദം കൊണ്ടുവരുന്നത് എനിക്കറിയാം. അതൊക്കെ എവിടുന്നാ കൊണ്ടുവരുന്നത്? ഈ മിൽക്ക് ഇൻ ദ കപ്പ് എന്നുള്ള ഈ വാദം ഇബൻ സാദിന്റെ ഒരു പുസ്തകമുണ്ട്. ഇബൻ സാദിന്റെ തബാക്കത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അൽ വാഖിദി. അതിനെപ്പറ്റി ഞാൻ പറയാം. അൽ വാഖിദിയുടെ പുസ്തകമാണ്. ഫ്രം മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജുഹ്രീസ് നെഫ്യൂ ഫ്രം ഹിസ് ഫാദർ. ഈ തബാക്കത്ത് എന്ന ഈ പുസ്തകം, ഇബൻ സാദിന്റെ ഈ പുസ്തകത്തെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ചെയിൻ ഓഫ് നറേഷനിൽ വരുന്ന ഒരു വ്യക്തി അൽ വാഖിദാണ്. ഈ അൽ വാഖിദി
ഒരു നുണയനായിരുന്നു എന്ന് ഇവരുടെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നു. എല്ലാ പണ്ഡിതന്മാരും. അൽ ഷാഫി പറയുന്നു അൽ വാഖിദി നുണയനായിരുന്നു. അഹ്മദ് ഇബ്ൻ ഹംബൽ പറയുന്നു അൽ വാഖിദി നുണയനായിരുന്നു. നസായി പറയുന്നു, ബുഖാരി പറയുന്നു, ദാബി പറയുന്നു, യഹ്യ ബിൻ മൈൻ പറയുന്നു, ഇഷാഖ് ബിൻ റഫിയ പറയുന്നു, അബൂ ദാവൂദ് പറയുന്നു. ഇവരെല്ലാവരും പറയുന്നത് അൽ വാഹിദി എന്ന് പറയുന്ന വ്യക്തി നുണയനായിരുന്നു. ഇത് പാൽ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയേ അല്ല. ദിസ് ഇസ് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ അൽപാസ് പറഞ്ഞ കാര്യം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ത്രീ, ഇവൻ ഒരു മുതിർന്ന പുരുഷൻ ആണല്ലോ, ഇവൻ എങ്ങനെ ഞാൻ മുല കൊടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചോദ്യമേ വരത്തില്ല. അവിടെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദ് അവിടെ ചിരിക്കേണ്ട ആവശ്യമില്ല. നസ്രിനെ IPH ഇറക്കിയേക്കുന്ന ഫിഖ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഫിഖ് സുന്നയിലെ അതങ്ങോട്ട് വായിക്കാം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആയിഷ എങ്ങനെ കൊടുത്തിരുന്നു. അതെ അതെ, ഞാൻ അൽപാസിന് ആ പുസ്തകത്തിന്റെ ആ റെഫറൻസും ഞാൻ അയച്ചായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പേജിന്റെ ആ സ്ക്രീൻഷോട്ടും ഞാൻ അയച്ചായിരുന്നു. എനിക്ക് ചാക്കോ പാസ്റ്റർ അയച്ചു തന്നു. കണ്ടു.